ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ബീഫ് ഫ്രൈ ചെയ്താലോ? നാടനായിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ വളരെ ടേസ്റ്റുള്ളൊരു ബീഫ് ഫ്രൈ നമുക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് തന്നെ എൻ്റെ ഈ ചാനൽ കാണുമ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ വാച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1 കിലോ ബീഫ് നല്ല ചെറിയ പീസാക്കിയിട്ട് നന്നായി കഴുകി വാരി ഒട്ടും വെള്ളമയമില്ലാതെ ഒരു കുക്കറിനകത്തിട്ടു. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തു. 1 പിടി കരിയാപ്പില കൂടി ചേർത്ത് അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ എല്ലാ ഭാഗത്തും മുളകും മഞ്ഞളും ഒക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കുക്കർ അടച്ചിട്ടൊരു 3 വിസിൽ വരുത്താം. ഏകദേശം ഒരു 25 മിനിറ്റ് അരമണിക്കൂറോളം വേണം. അത് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള സവോളയും തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയൊക്കെ റെഡിയാക്കി വെക്കാം. ഒരു അരമണിക്കൂറായപ്പോൾ നമ്മുടെ ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ എണ്ണ ചൂടായി വന്നപ്പോഴേക്കും ഞാൻ ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു 1.5 കുടം വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് നടുവേ മുറിച്ചതും കൂടെ ചേർത്തു. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കി ചേർത്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ റോസ്റ്റ് ആക്കാനാകുമ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ബീഫിൻ്റെ കൂടെ പുറമേ കാണുമ്പം അതിനൊരു വേറെ ടേസ്റ്റാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇട്ട്, പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ നടുവേ കീറിയിട്ട് അതിലേക്ക് ഇട്ടു. അതെല്ലാം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണയിൽ കിടന്നത് വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് 2 വലിയ സവോളയുണ്ട്. അത് നല്ല കനം കുറച്ചാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. നമ്മൾ ഉപ്പ് ആദ്യം ബീഫിനകത്ത് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിന് കണക്കിന് മാത്രമേ ചേർക്കാവുള്ളൂ. ഇത് നന്നായിട്ട് അത് വഴറ്റി പകുതി വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ, കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 പിടി കരിയാപ്പില കൂടി ഇട്ടിട്ട് ചെറുതീയിലിട്ട് നമ്മുടെ ഉള്ളിയും തേങ്ങാക്കൊത്തും കരിയാപ്പിലയും പച്ചമുളകും എല്ലാം കുക്കാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവോളയൊക്കെ അത്യാവശ്യം ഒരു ബ്രൗൺ കളറിലേക്ക് വരണം, തീരെ പച്ചയായിരിക്കരുത്. അത് കഴിഞ്ഞ് ഏകദേശം ആയപ്പോഴേക്കും ഞാൻ ഒരു വലിയ സ്പൂണിന് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഒരു വലിയ സ്പൂൺ മുളക് പൊടി, നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ഇട്ടത് കൊണ്ട് തന്നെ 1 സ്പൂൺ മുളക് പൊടി ആദ്യം നമ്മൾ ബീഫിനകത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുള്ളൂ. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അല്പം കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കാം, കുറച്ചും കൂടെ കളറ് കൂടുതൽ കിട്ടും. പക്ഷെ ഞാൻ ചേർത്തില്ല. പിന്നെ നമുക്കിതെല്ലാം നല്ല ചെറു തീയിൽ തന്നെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോകരുത്, എണ്ണയുടെ മയത്തിൽ കിടന്ന് എല്ലാം ഒന്ന് റോസ്റ്റായി വന്നാൽ മതി. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫിൻ്റെ മസാലയുണ്ട്, ആ മസാലപ്പൊടി കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂണോളം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തു. അതും നന്നായി തന്നെ വഴറ്റിയെടുക്കാം, ചെറുതീയിൽ തന്നെ കിടന്ന്. ബീഫ് നമ്മൾ കുക്കറിനകത്ത് വേകാൻ വേണ്ടി റെഡിയാക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് കൂടി ആ സമയത്ത് ചേർക്കാം. പക്ഷെ നമ്മൾ ഈ എണ്ണയിലിട്ട് വറുത്താലും തേങ്ങാക്കൊത്ത് നന്നായി വെന്ത് കിട്ടും, നല്ല ടേസ്റ്റാണ്. അല്ലാണ്ട് ചേർത്താലും കുഴപ്പമില്ല. ബീഫ് ഫ്രൈ ആക്കുമ്പോൾ പൊതുവേ മസാലകൾ, പ്രത്യേകിച്ച് മല്ലിപ്പൊടിയൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി. അധികം മല്ലിപ്പൊടിയൊക്കെ ചേർത്താൽ നമ്മുടെ ബീഫ് വളർത്തി കഴിയുമ്പോൾ ഒരുപാട് മസാലയായിട്ട് നമുക്ക് ബീഫിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. റെഡിയായി വന്ന മസാലയിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ വെള്ളമയമൊക്കെ പറ്റിച്ച് നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണമയവും നമ്മുടെ ഗ്രേവിയും തേങ്ങാക്കൊത്തും സവോളയും ഒക്കെ എത്തുന്ന രീതിയിലാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്കൊരു 3/4 സ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർക്കാം. നമ്മൾ ബീഫ് ഫ്രൈ ആക്കുമ്പോൾ അതിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനം നമ്മുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ. ഈ കുരുമുളക് പൊടി തീരെ ഭസ്മം പോലെ പൊടിക്കരുത്, ഒരു ക്രഷ് ചെയ്തിട്ടാൽ മതി. ചെറുങ്ങനെ നമുക്ക് ഓരോ
പീസ് ചെയ്ത് ഓരോ കുരുമുളക് കടിക്കാൻ കിട്ടുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കരിയാപ്പില കൂടി വിതറി കൊടുക്കാം. കരിയാപ്പിലയൊക്കെ എന്തോരം ഇട്ടാലും ബീഫ് ഫ്രൈക്കൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫൈനലി നല്ല അടിപൊളിയായിട്ട് ഇവിടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്